ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അർജൻറ്റീന ടു കേരള. അപ്പോൾ അർജൻറ്റീന വരുന്നത് ഒക്ടോബറിലാണെന്ന് നേരത്തെ നമ്മളെ കായിക മന്ത്രി പറഞ്ഞായിരുന്നു. ഒക്ടോബർ കേരളത്തിലൊരു 7 ദിവസം മെസ്സി ഇവിടെ കാണും എന്നും കൂടി കായിക മന്ത്രി പറഞ്ഞു. പിന്നെ വന്ന വാർത്തകളനുസരിച്ച് അർജൻറ്റീന മാധ്യമമായ TVC സ്പോർട്സ് തന്നെ റിപ്പോർട്ട് ചെയ്തു, ചൈനയിലും അതുപോലെ തന്നെ ഖത്തറിലൊക്കെ ഒരു ഫ്രണ്ട്ലി മാച്ച് ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അത് കളിക്കാതെ ഇന്ത്യയിലേക്ക് വരത്തില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കൺഫേം ആയതാണ്. ഒക്ടോബറിൽ അർജൻറ്റീനയില്ല, എന്നാൽ നവംബറിലും അഥവാ പറഞ്ഞായിരുന്നെങ്കിലും അവിടെയും കാണത്തില്ല. കാരണം ഒക്ടോബറും നവംബറിലും കളിയുണ്ട് അർജൻറ്റീനയ്ക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ നേരത്താണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അർജൻറ്റീന അഥവാ കേരളത്തിൽ വന്നാൽ കളിക്കാനൊരു സ്റ്റേഡിയം വേണ്ടേ. അപ്പോൾ സ്റ്റേഡിയം നേരത്തെ നമ്മൾ കായിക മന്ത്രി പറഞ്ഞത് കൊച്ചി സ്റ്റേഡിയം ഉണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് സ്റ്റേഡിയം ഉണ്ട്. തിരുവനന്തപുരത്ത് സ്റ്റേഡിയം ഉദ്ദേശിച്ചത് നമ്മളെ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം, ഗ്രീൻഫീൽഡാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം തന്നെയാണ്. എന്ന് വെച്ചാൽ ICC ഒക്കെ അപ്രൂവ് ചെയ്ത ഒരു സ്റ്റേഡിയം തന്നെയാണ്, നല്ലൊരു സ്റ്റേഡിയമാണ്, അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു സ്റ്റേഡിയം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ മൈതാനമാക്കാനൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതൊരു കുഴപ്പമുണ്ട്. ഇതിപ്പോൾ ICC വേൾഡ് കപ്പൊക്കെ വരാൻ പോകുമ്പോൾ കുറച്ച് മത്സരം അവിടെ കളിപ്പിക്കണമെന്ന് പ്ലാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ കളി നടക്കാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ BCCക്ക് എന്തായാലും സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ പാടായിരിക്കും. കാരണം ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആക്കാന്ന് പറഞ്ഞാൽ പിച്ച് അഥവാ നശിച്ച് പോയാൽ അതൊരു നല്ലൊരു സ്റ്റേഡിയമാണ് പണിഞ്ഞു വെച്ചത്. ഇതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ കൊച്ചി സ്റ്റേഡിയം, എറണാകുളത്തെ കല്ലൂർ സ്റ്റേഡിയത്തിന് പറ്റിയത്. അതും ആദ്യമേ കേരള ക്രിക്കറ്റ് അസോസിയേഷനുള്ള ഒരു സ്റ്റേഡിയമായിരുന്നു. അത് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളൊക്കെ ഫുള്ള് ഒരു ഫുട്ബോൾ സ്റ്റേഡിയമായിട്ട് അവിടെ നടന്നു. പിന്നെ ഇടയ്ക്ക് കാലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞ് പിച്ച് മാറ്റി കളിപ്പിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയം ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം. അവിടെയൊക്കെ മത്സരം വെച്ച് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന പ്രശ്നം ഗ്രീൻഫീൽഡ് വിട്ടുകൊടുക്കാൻ BCCക്ക് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉള്ള പിന്നെയുള്ള സംശയം എന്ന് വെച്ചാൽ ഏത് സ്റ്റേഡിയത്തിൽ കളിപ്പിക്കും, അത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ചിലപ്പം ഒരു മാറ്റം വന്നാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ നല്ലൊരു സുരക്ഷയൊക്കെ നല്ലതാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, ICC മത്സരങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അർജൻറ്റീന വരുമ്പോൾ ആ ഒരു സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ സത്യമായിട്ടും BCCക്ക് പാടായിരിക്കും തന്നെയാണ്. പിന്നെ ഉള്ളത് കൊച്ചി സ്റ്റേഡിയമാണ്. അവിടുത്തെ പറഞ്ഞല്ലോ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അർജൻറ്റീന വന്നാൽ മാത്രം പോരാ, ഒരു നല്ല സ്റ്റേഡിയം കൂടി വേണം കളിക്കാനുള്ളത് ഉണ്ടതാണ്. അപ്പോൾ ഒരു മികച്ച സ്റ്റേഡിയം ഉണ്ടെങ്കിലേ വന്നിട്ടും കാര്യമുള്ളൂ. നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു സ്റ്റേഡിയം വേണം. ഇപ്പോൾ നിലവിലുള്ള സ്റ്റേഡിയം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയ സ്റ്റേഡിയം എന്നൊക്കെ പറയുന്ന കൊച്ചി സ്റ്റേഡിയമാണ്. പക്ഷേ അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറെ സ്റ്റേഡിയത്തിലൊക്കെ കുറച്ച് കളി നടത്താൻ പാടാണ്. ഇത്തിരി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇതാണ് നിലപാട്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളെ അറിയാൻ പറ്റുമോ ഏത് സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം ആക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതെന്തായാലും നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നടന്നത് തന്നെ അതൊരു നല്ല കാര്യമാണ്. സത്യം പറഞ്ഞാൽ ആ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അധികം ഒരുപാട് മത്സരങ്ങളൊന്നും ക്രിക്കറ്റ് കളിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഫുട്ബോൾ കൊണ്ടുവന്നാൽ തന്നെ ഇപ്പോൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ വേണമെങ്കിൽ അവിടെ കളി നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും അർജൻറ്റീന വന്നാൽ മാത്രം പോരാ, ഒരു മികച്ച സ്റ്റേഡിയം വേണം. അത് ഏത് സ്റ്റേഡിയമാണ് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി സമ്മർ ഫുട്ബോൾ വീണ്ടും എത്താം.